ഹലോ ഗൈസ്, എല്ലാവർക്കും ദിൽഷാദ് ഫിറ്റ്നസ് യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മുടെ വെയിറ്റ് ഗെയിൻ വർക്കൗട്ട് സീരീസ് അതിൻ്റെ പാർട്ട് 3 ആണ് നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പാർട്ട് 1ഉം 2ഉം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കായിട്ട് ഞാൻ കാർഡിൽ അത് ആഡ് ചെയ്യാം. അപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഗ് അതുപോലെ തന്നെ ഷോൾഡർ വർക്കൗട്ടും കൂടിയിട്ടുള്ളതാണ്. ഓക്കെ, വെയിറ്റ് ഗെയിനിങ്ങിൻ്റെ 3ാമത്തെ പാർട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കം ഓൺ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഫസ്റ്റിൽ ലെഗിൻ്റെ വർക്കൗട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്. നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള വാമപ്പും കാര്യങ്ങളും ചെയ്യാതെ ഒരു കാരണവശാലും വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങാൻ പാടില്ല. ഓക്കെ, ലെഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. നമുക്ക് പലരും സ്കിപ്പ് ചെയ്യാൻ ചാൻസും കൂടുതലുള്ള ഒരു വർക്കൗട്ടാണ് ലെഗ് വർക്കൗട്ട്. ബാക്കിയെല്ലാം കറക്റ്റായിട്ട് പോകും, പക്ഷേ ലെഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും മടിയായിരിക്കും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ കാലിനും വർക്കൗട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ബോഡീനെ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ നമുക്ക് സാധ്യമല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഏതൊക്കെ വർക്കൗട്ടുകളാണ് ചെയ്യേണ്ടത് അത് വീഡിയോയിൽ ജസ്റ്റ് കാണിച്ചു പോകുന്നേ ഉള്ളൂ. ഒരു സെറ്റ് അടിച്ചിട്ട് ഓരോ വർക്കൗട്ടും എത്ര വർക്കൗട്ട് നമുക്കുണ്ടോ അതൊക്കെ നമ്മൾ ഓരോ സെറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. അതിൻ്റെ സെറ്റും റെപ്സും നമ്മൾ പറയും. കാരണം ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ ബോറടിക്കും. ഓക്കെ, നിങ്ങളുടെ നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇടാനുള്ള ഒരു എനർജി കിട്ടുള്ളൂ. ഓക്കെ, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്ക്വാട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ചെറിയ വെയിറ്റ് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യണത്. നിങ്ങൾക്ക് വെയിറ്റ് ഗെയിനിങ് നിങ്ങൾ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് കൂട്ടി കൊണ്ടുവരണം. അപ്പോൾ സ്ക്വാട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ ഇതുപോലെ സ്മിത്തിൽ ബാർ സെറ്റ് ചെയ്തു, കാലുകൾ കറക്റ്റ് ചെയ്ത് വെച്ചു. നമ്മൾ ഷോൾഡർ വിഡ്ത്തിൽ വേണം നമ്മുടെ കാലുകൾ നിൽക്കാൻ വേണ്ടിയിട്ട്. സ്പിലെടുത്തു, ലോക്ക് റിലീസ് ചെയ്തു, ഫുള്ളായിട്ടിരുന്നു. 1 2 3 മാക്സിമം താഴത്തേക്ക് ഇരിക്കുക. 4 5 6 7 8 9 10 10 റെപ്സ് അടിച്ചോ. എന്നിട്ട് ഒരു 4 സെറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു വർക്കൗട്ട് ലെഗ് പ്രസ് ആണ് ചെയ്യണത്. നിങ്ങൾ ഓരോ സെറ്റ് കഴിയുമ്പോഴും വെയിറ്റ് കൂട്ടി കൊണ്ടുവരണം. ഓക്കെ, ലെഗ് പ്രസ് ചെയ്യുമ്പോൾ കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടിറക്കുക. മുട്ട് ഫുള്ള് നിവർത്തരുത്. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഗൈസ്, അപ്പോൾ ലെഗ് പ്രസ് നമ്മൾ 12 റെപ്പ് വെച്ചിട്ട് 3 സെറ്റാണ് നമ്മൾ ചെയ്യണത്. ഓക്കെ, നെക്സ്റ്റ് വർക്കൗട്ട് നമുക്ക് നോക്കാം. ഗൈസ്, നമ്മൾ 3ാമത്തെ വർക്കൗട്ടായിട്ട് ലെഗ് എക്സ്റ്റൻഷൻ നമുക്ക് ചെയ്യാം. സ്ട്രൈറ്റ് ചെയ്യുന്നു, വെയിറ്റ് കയറ്റി 1 ഫുള്ള് നിവർത്തി. 1 2 3 4 5 6 ഫുള്ള് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക, പതുക്കെ ഇറക്കുക. ഓക്കെ, അങ്ങനെ കൊണ്ട് ഇടുന്നൊരു പരിപാടി ഇല്ല. ചിലർ നേരെ കൊണ്ടിട്ട് അതൊന്നും വേണ്ട, സ്ട്രൈറ്റ് എടുക്കുക, പതുക്കെ ഇറക്കുക. ഈ വർക്കൗട്ട് നമുക്ക് 12 റെപ്പ് 3 സെറ്റ് ചെയ്താൽ മതി. ഗൈസ്, നമ്മൾ 3rd വർക്കൗട്ട് നമ്മൾ ചെയ്യാൻ പോണത് ഹാംസ്ട്രിങ് വർക്കൗട്ടാണ്. 1 പതുക്കെ ഇറക്കുക. ഓക്കെ, 2 3 4 ഗൈസ്. അപ്പോൾ നമ്മുടെ ലെഗിൻ്റെ ഒരു 3 വർക്കൗട്ട് നമ്മളിവിടെ അവസാനിപ്പിച്ചു. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോണത് ഷോൾഡറിനുള്ള വർക്കൗട്ടാണ്. ഷോൾഡറിൻ്റെ ഡംബൽ പ്രസ്സാണ് നമ്മൾ ചെയ്യാൻ പോണത്. 2 വെയിറ്റ് എടുത്തു, ഷോൾഡർ നേരെ വന്നിച്ചു. 1 2 3 4 5 6 7 8 9 10 1 2. അപ്പോൾ ഗൈസ്, നമ്മുടെ ഷോൾഡറിൻ്റെ ഇത് നമ്മൾ 3 സെറ്റ് 12 റെപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഷോൾഡറിൻ്റെ ഡംബൽ പ്രസ് നമ്മൾ കഴിഞ്ഞു.
നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് ഷോൾഡറിനുള്ള ലാറ്ററൈസ് ആണ് നമ്മൾ ചെയ്യാൻ പോണത്. ഓക്കെ, ചെയ്യുന്ന വർക്കൗട്ടുകൾ ഇതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് ഒരു മാസം കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ഈ ഷെഡ്യൂൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യിപ്പിക്കുന്നത് നല്ലതായിരിക്കും. വർക്കൗട്ടുകൾ ഇപ്പോൾ ചെയ്ത വർക്കൗട്ടിനെ ഒന്ന് മാറ്റി പിടിക്കുക. ഓക്കെ, സ്ട്രൈറ്റ് ചെയ്യുന്നു. ഓക്കെ, 1 2 3 4 5. മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കണേ. 6 7 8 9 10 ഗൈസ്, നമ്മൾ ലാറ്ററൈസ് അല്ലേ, ഈ ഒരു ലാറ്ററൈസ് നമ്മൾ 3 സെറ്റ് 12 റെപ്സ് വെച്ചിട്ടാണ് ചെയ്യണത്. ഷോൾഡറിൻ്റെ അടുത്ത ഒരു വർക്കൗട്ടാണ് ഷോൾഡർ റയർ ഡെൽറ്റ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. മിക്കവരും സ്കിപ്പാക്കുന്നത്, അത് അറിയാത്തതുകൊണ്ടായിരിക്കാം പലരും ചെയ്യാണ്ട് പോകുന്നൊരു വർക്കൗട്ടാണ് കേട്ടോ. ബോഡി ഒന്ന് ബെൻഡ് ചെയ്തു സൈഡിലേക്ക്. 1 2 3 4 5 6 7 8 9 10 1 2. ഓക്കെ ഗൈസ്, അപ്പോൾ ഷോൾഡറിൻ്റെയും 3 വർക്കൗട്ട് നമ്മൾ ചെയ്തു. ടോട്ടൽ 6 വർക്കൗട്ടാണ് നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പാർട്ട് 3, അതായത് ലെഗിൻ്റെയും ഷോൾഡറിൻ്റെയും വർക്കൗട്ട് ഇന്ന് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക്